ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ശൈത്താൻ കയറുമ്പോൾ ആദ്യം കയറാൻ നാവുമേന്നാണ്. ലഅനത്തുല്ലാഹി അലൈഹി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിശാച് കയറിയാൽ ആദ്യം കയറുക അവന്റെ നാവുമേക്കാരം. നാവ്. ശൈത്താന് ലഅനത്തുല്ലാഹി അലൈഹിക്ക് ആദ്യം പേച്ചത് നാവാണ്. ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. നാവ് വെച്ചു. പറഞ്ഞത് ന്യായാണ്, പക്ഷെ പറച്ചോനോട് പറയേണ്ട വർത്താനല്ല എന്ന് മാത്രം. ഞാൻ തീ കൊണ്ടും അവൻ മണ്ണ് കൊണ്ടും പടച്ചതല്ലേ. അസ്ജുദു ലിമൻ ഖലഖത തീന. മണ്ണ് കൊണ്ട് പടച്ച ആദമിന് തീ കൊണ്ട് പടച്ച ഞാൻ സുജൂദ് ചെയ്യുകയോ എന്നത് ന്യായമാണെങ്കിലും അള്ളാഹിനോട് പറയാൻ പറ്റിയ വർത്താനായില്ല എന്നതാണ് വിഷയം. ന്യായം എല്ലായിടത്തും പറയാനുള്ളതല്ല. അതാണ് സംഭവിച്ചത്. അപ്പൊ നാക്ക് ഭയക്കുകയാണ് ചെയ്തത്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പിശാച് കയറിയാൽ ആദ്യം കയറുക നാവുമേ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ശക്തമായ അവയവവും നാവാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തിയുള്ളത് 2 അവയവങ്ങൾക്കാണ്. നമ്മൾ പറയല്ലോ ശുജായി എന്ന് പറയും. ചിലപ്പോൾ ഒരാളൊരു ശുജായി ആണെന്നറിയാം. ശുജായി എന്ന് പറഞ്ഞാൽ ആരാ? ശുജായി എന്ന് പറഞ്ഞാൽ 2 ഗുണങ്ങൾ ഉള്ള മനുഷ്യനാണ് ശുജായി എന്ന് പറയാം. 2 ഗുണം. ഒന്ന്, തൊള്ളയിലെ നാവ് അടങ്ങിയിരിക്കുന്നവൻ. 2, ലൈംഗികാവയവം അടങ്ങിയിരിക്കുന്നവൻ. അതായത് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് തൗഹീദാണ്. ലോകത്തെ ഏറ്റവും വലിയ ശക്തി തൗഹീദാണ്. തൗഹീദിന്റെ സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്സിസത്തിസ് സമാവാതു വൽ അർളു അലാ ഖുൽ ഹുവല്ലാഹു അഹദ്. ആകാശഭൂമികൾക്ക് തറക്കല്ലിട്ടിരിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദിന്റെ മേലിലാകുന്നു എന്ന് പറഞ്ഞു. ആകാശഭൂമിന്റെ തറക്കല്ല് ഖുൽ ഹുവല്ലാഹ്. അതിന്റെ പ്രമേയമാണ് അഹദിയത്ത്. ഭൂമിയിലെ ഏറ്റവും, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് അഹദിയത്ത്, ഏകത്വം. കൈ നമുക്ക് 2 എണ്ണാണ്, കാല് 2 എണ്ണാണ്, കണ്ണ് 2 എണ്ണാണ്, മൂക്ക് 2 എണ്ണാണ്, ചെവി 2 എണ്ണമാണ്. 2 എണ്ണമില്ലാത്ത 2 എണ്ണമാണ്. ഒന്ന് വായയും ഒന്ന് ഗുഹ്യസ്ഥാനവും. അതാണ് ഏകത്വത്തിൻ്റെ മേൽ അറിയിക്കുന്ന അവയവങ്ങൾ. അതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ശക്തിയുള്ളത്. മൻ യളമനു ലീ മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖ്ദൈഹി അളമനു ലഹുൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. മൻ യളമനു ലീ, ആരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ, മാ ബൈന ലഹ്യൈഹി, 2 താടിയെല്ലുകൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും, വമാ ബൈന ഫഖ്ദൈഹി, 2 തൊടയെല്ലുകൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും ആരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ, അളമനു ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കുമെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. ലൈംഗിക വിശുദ്ധിയുള്ളവനെ പാറ വരെ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ്. ലൈംഗിക വിശുദ്ധിയുള്ളവനെ പാറക്കല്ല് വരെ അംഗീകരിച്ചിട്ടുണ്ട്. ഇർഷാദിലുണ്ടല്ലോ ഒരു കഥ പറയണു. ഇർഷാദുൽ ഇബാദില് 3 ആൾക്കാർ യാത്ര പോയിട്ട് ഒരു ഗുഹയിൽ പെട്ടത്. 3 ആളുകൾ യാത്ര ചെയ്തു. ഒരു മലയുടെ താഴ്വാരത്തെ ഒരു ഗുഹയിൽ മഴ പെയ്തപ്പോൾ അഭയം പ്രാപിച്ചു. മഴയിൽ മുകളിൽ നിന്ന് ഉതിർന്നു വന്ന ഒരു പാറക്കല്ല് ഗുഹാമുഖം അടച്ചു കളഞ്ഞു. അവസാനം അവരോ 3 ആളും ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തി ദുആ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഒരാൾ ദുആ, പഠിച്ചോനെ, എനിക്ക് പ്രായമായൊരു ഉമ്മയും വാപ്പയും ഉണ്ടായിരുന്നു. എന്നും ഉമ്മയും വാപ്പയും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ ഞാനും എൻ്റെ മക്കളും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ഞാൻ പശുക്കളെയും ഒട്ടകങ്ങളെയും കാലികളെയും നോക്കാൻ പോയി. വൈകുന്നേരം മടങ്ങി വന്ന് പാല് കറന്ന് ആദ്യം എൻ്റെ ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഭക്ഷണം കഴിക്കാതെ ക്ഷീണിച്ച് ഉമ്മ ഉറങ്ങിപ്പോയിരുന്നു. ഉമ്മയെ വിളിച്ചുണർത്താൻ വയ്യ എന്ന് കരുതി ഉണരുമ്പോൾ കൊടുക്കണമെന്ന് കരുതിയിട്ട് ഉമ്മ കിടക്കുന്ന കട്ടിലിൻ്റെ അരികിൽ ഞാൻ പാൽപാത്രവും കയ്യിൽ പിടിച്ചങ്ങനെ നിന്നു.
മക്കൾ പാല് ചോദിക്കുന്നുണ്ടെങ്കിലും ഉമ്മ കുടിക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ വയ്യെന്ന് കരുതി ഞാൻ അവിടെ കാത്തു നിന്നു. പാതിരാവ് കഴിഞ്ഞാണ് എൻ്റെ ഉമ്മ ഉണർന്നത്. ആദ്യം ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊടുക്കുകയും പിന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുകയും ചെയ്തു. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്തത് നീ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമാണെങ്കിൽ ഞങ്ങൾ അകപ്പെട്ട ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് ഒന്നാമൻ തോർന്നപ്പോ കല്ലൊന്ന് ഇളകി. പക്ഷെ പുറത്തേക്ക് വരാൻ പറ്റിയില്ല. രണ്ടാമൻ ദുആ ചെയ്തു. സുന്ദരിയായ ഒരു സഹോദരി, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ അവളെ എപ്പോഴും എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ കിട്ടിയില്ല. സാമ്പത്തികമായി വളരെയധികം വിഷമിച്ച് അവളൊരിക്കൽ എന്നോടൊരു അല്പം പണം കടം ചോദിച്ചു. ഞാൻ പണം കടമല്ല സൗജന്യമായി നൽകാമെന്നും അതിന് പകരമായി നിന്റെ ശരീരത്തെ എനിക്ക് തരണമെന്നും പറഞ്ഞു. ഗത്യന്തരമില്ലാതെ അവൾ അതിന് സമ്മതിച്ചു. അങ്ങനെ ഞാൻ ആ പണം കൊടുത്തു. അവളുമായി ലൈംഗിക വീഴ്ചയിൽ ഇടപെടാൻ ഒരുങ്ങുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ പേടിക്കണം. പടച്ചോനെ, അത് മൂന്നാമത്തെ ആൾ കേട്ടോ. രണ്ടാമത്തെ ആള് ജോലിക്കാരൻ കൂലി വാങ്ങാതെ പോയിട്ട് ആ കൂലി കൊണ്ട് ഒരാടിനെ വാങ്ങി, പിന്നെ അതിനെ വിട്ടൊരു പശുവിനെ വാങ്ങി, പിന്നെ ഒരു ഒട്ടകം വാങ്ങി, പിന്നെ ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടായി. കുറേ കാലം കഴിഞ്ഞ് ജോലിക്കാരൻ മടങ്ങി വന്നിട്ട് നിങ്ങൾ ഇന്നാളാ തരാനുള്ള കൂലി കാട്ടിക്കാണിന്ന് പറഞ്ഞപ്പോൾ ഒരു മലഞ്ചെരിവ് മുഴുവൻ ഒട്ടകങ്ങളും ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് മൊത്തം അൻ്റെത് വലുതായതാണ്, കൊണ്ടേക്കോ എന്ന് പറഞ്ഞാണ് കൊടുത്തയച്ചു. അന്ന് രണ്ടാമത്തെ ആൾ. മൂന്നാമത്താണ് ഈ സംഭവം. എനിക്കൊരു ഇളയമ്മാൻ്റെ മകളുണ്ടായിരുന്നു. അവളോട് വലിയ ഇഷ്ടമായിരുന്നു. വ്യഭിചാരത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങി. പക്ഷേ അല്ലാഹുവേ, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞത്. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരമലാണെങ്കിൽ ഞങ്ങൾ അകപ്പെട്ട വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ പാറക്കല്ല് നീങ്ങി നിന്നു. ലൈംഗിക വിശുദ്ധിയുള്ളവന് പാറക്കല്ല് വരെ അനുസരിക്കും എന്നതിൻ്റെ തെളിവായിട്ട് അത് ഉദ്ധരിക്കാറുണ്ട്. ഇതാണ് ശുചായി. സംസാര വിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയും ഒരാൾക്കുണ്ടെങ്കിൽ ആരുടെ മുമ്പിൽ എഴുന്നേറ്റിക്കാൻ കഴിയും. ഓനോട് ആരും ഇരിക്കാൻ പറയില്ല. അതേസമയത്ത് സംസാരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, ലൈംഗിക അവിശുദ്ധി ഒരാൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അവന് ഒരു മനുഷ്യന്റെ മുമ്പിൽ എഴുന്നേറ്റിക്കാൻ പറ്റൂല. ഓന്റെ കാര്യത്തിൽ തന്നെ മതിപ്പുണ്ടാവില്ല, പിന്നല്ല വേറുള്ളൊരു കാര്യം. അതുകൊണ്ട് ഷജാഅത്ത് എന്ന് പറഞ്ഞാൽ, ധീരത എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സംസാര വിശുദ്ധിയും മറ്റൊന്ന് ലൈംഗിക വിശുദ്ധിയാണ്. പറയേണ്ട കാരണം, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ശൈത്താൻ കയറുകയാണെങ്കിൽ ആദ്യം കയറുക അവൻ്റെ നാവുമ്മ ഇക്കാരം എന്ന് പറഞ്ഞതാ. നാവിനെയാണ് പിശാച് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ബറക്കത്താണ് നമ്മുടെ വിഷയം. റജബ് മാസായാൽ നബി തങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ ഫീ റജബിൻ. റജബിൽ വേറൊരു ബറക്കത്തുണ്ട്. റജബ് തവക്കുലിന്റെ മാസാണെന്നാണ്. റജബുൻ ഷഹറുല്ലാ എന്നുണ്ട്. റജബ് അള്ളാഹുവിന്റെ മാസമാണ്. ഒരു മനുഷ്യന് അള്ളാഹുവിനെ മനസ്സിലായാൽ അവൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ഏറ്റവും വലിയ മാറ്റം അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ തോന്നും എന്നതാണ്. ഇതാണ് തവക്കുൽ. എല്ലാ ദിക്റുകളും തവക്കുലിന്റെ ദിക്റാണ്. നമ്മളൊരു വഴിക്ക് പോകുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ശരിക്കും അതെന്താ സംഭവം? തവക്കുലാണ്. വാഹനത്തിൽ കയറാണ്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, തവക്കുലാണ്. പള്ളിയിൽ കയറാൻ, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, തവക്കുലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, തവക്കുലാണ്. എല്ലാ ദിക്റുകളും തവക്കുലിൻ്റെതാണ്. അതുകൊണ്ട് റജബ് തവക്കുലിന്റെ മാസാണ്. വമൻ യതവക്കൽ അലല്ലാഹി വഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ.
വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അല്ലാഹു അവന് മതിയായവനാണ്. ശരിക്കും നമ്മൾ പള്ളിക്കന്ന് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കണം, ഹയ്യ അല സ്വലാ, നിസ്കരിക്കാൻ വരി. ശരിക്ക് മറുപടി കൊടുക്കേണ്ടത് ലബ്ബൈക്ക് എന്നാണ്, ഇതാ വരുന്നു എന്നാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന മറുപടി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സംഗതി വിളിച്ചത് നിസ്കരിക്കാനാണെങ്കിലും ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂല. അപ്പൊ റജബിന്റെ ബറക്കത്ത് ശരിക്ക് തവക്കുല് കൽബിൽ വരലാണ്. അത് പലപ്പോഴും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. തവക്കുൽ കൽബിൽ വന്നാലേ ചെറിയ കാര്യങ്ങൾക്ക് ദുആ ചെയ്യാൻ തുടങ്ങുന്നതാണ് ജീവിതത്തിന്റെ മാറ്റം. ഞാൻ പറഞ്ഞങ്ങൾ മനസ്സിലാക്കണേ. അതായത് ഒരു മനുഷ്യൻ തവക്കുലുള്ള ആളാണ് എന്നതിൻ്റെ അടയാളം ചെറിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാൻ തുടങ്ങുന്നുള്ളതാണ്. നമ്മളാരും ചെറിയ കാര്യത്തിന് ദ്വാരക്കലില്ല, നമ്മൾ വലിയ കാര്യത്തിന് ദ്വാരക്കാം. അപ്പം ഞാനിങ്ങനെ അള്ളാഹുവേ പടച്ചോനെ റബ്ബേ ക്യാൻസർ, കുഷ്ഠം, വെള്ളപ്പാണ്ട് പോലത്ത മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവനും ചെലവാക്കിയാലും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ക്യാൻസർ രോഗത്തെ തൊട്ട് കാത്ത് സലാമത്താക്കണേ അല്ലാ എന്നൊക്കെ ദ്വാരന്നാൽ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ എന്ന് പറയും. അതേസമയത്ത് ഞാൻ അങ്ങനെ ദ്വാരക്കാണ്, പടച്ചോനെ ജലദോഷം തരരുതേ അല്ലാ, ചീരാപ്പ് തരരുതേ, മൂക്കടപ്പ് തരരുതേ, ചുമ തരരുതേ, കഞ്ഞിയിലുപ്പേറരുത് അല്ലാ എന്നൊക്കെ ദ്വാരന്നാലേ വന്നപ്പോ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, എപ്പോഴെപ്പോൾ ഇയാൾക്ക് തുടങ്ങിയത് തോന്നും. എന്താ? ചെറിയ കാര്യത്തിന് നമ്മളാരും ദ്വാരക്കലില്ല. അതിനൊരു കാരണമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞമ്മക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നതാണ്. ഇത് തവക്കുലിനെതിരാണ്. സംഗതി നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാൻ തോന്നാതിരിക്കുക എന്നുള്ളത് തവക്കുലിനെതിരാണ് എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തവക്കുലുണ്ടെങ്കിൽ എല്ലാ ചെറിയ ചെറിയ വിഷയങ്ങൾക്കും അവൻ ദുആ ചെയ്യും എന്നതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ദ്വാരക്കൽ തുടങ്ങണം. അപ്പോൾ തവക്കുലിൻ്റെ വലിയൊരു അടയാളമായിട്ട് അത് മാറും. അള്ളാഹുവാണ് ഏറ്റവും വലിയ ഏൽപ്പിക്കാൻ പറ്റിയ ആൾ. ഫമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചോളൂ, ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഏൽക്കാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്. ഏൽക്കും, ഓനെക്കൊണ്ട് നടക്കും ചെയ്യും. ഓ ഏറ്റെടുത്താൽ ഏറ്റമാതിരി ഉണ്ടാവും ചെയ്യും. പിന്നെന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ ഏൽപ്പിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. നമ്മളാണ്ട് ഏൽപ്പിക്കണില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് റജബ് തവക്കുലിന്റെ മാസമാണ്. ഷാബാനോ? ഷാബാൻ ഇഷ്കിന്റെ മാസമാണ്. ഷാബാൻ എൻ്റെ മാസമാണെന്ന് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടങ്ങാത്ത താല്പര്യം വന്നു ചേരേണ്ട മാസമാണ് ഷാബാൻ മാസം. അത് നമ്മളിങ്ങനെ രണ്ട് തരത്തിൽ ഇഷ്കുണ്ടെന്നാണ്. ഒന്ന് അഖലിയായ ഇഷ്കുണ്ട്, ഒന്ന് തബഇയായ ഇഷ്കുണ്ട്. അഖലി എന്ന് പറഞ്ഞാൽ ബുദ്ധിപരം, തബഇ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരം. ഇങ്ങനെ രണ്ടു തരം ഇഷ്കുകളുണ്ട്. ബുദ്ധിപരമായ ഇഷ്ക് എന്ന് പറഞ്ഞാൽ ആലോചിച്ചപ്പോൾ മനസ്സിലായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാലേ കഴിച്ചിലാകുള്ളൂ എന്ന് മനസ്സിലായതിനാൽ സ്നേഹിക്കുന്നതിനെയാണ് അഖലിയായ സ്നേഹം എന്ന് പറയുന്നത്. തബഇയായ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തബഇയായ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അഖലിയായ സ്നേഹവും മറ്റൊന്ന് തബഇയായ സ്നേഹവും. അഖല് എന്ന് പറഞ്ഞാൽ ബുദ്ധി, അഖലി എന്ന് പറഞ്ഞാൽ ബുദ്ധിപരം, തബഇ എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നാണ്. തബഇ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരം. രണ്ട് തരത്തിൽ സ്നേഹങ്ങളുണ്ട്. ബുദ്ധിപരമായ സ്നേഹം എന്ന് പറഞ്ഞാൽ
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ രക്ഷപ്പെടൂല എന്ന് മനസ്സിലാക്കിയതിനാൽ നബി തങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ സലാമത്തിൻ്റെ ഏറ്റവും എളുപ്പമുള്ള വഴി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലാണെന്ന് മനസ്സിലാക്കിയതിനാൽ നബി തങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നതിനെയാണ് അഖലിയായ സ്നേഹം, ബുദ്ധിപരമായ സ്നേഹം എന്ന് പറയുന്നത്. തബഈയായ സ്നേഹം എന്ന് പറഞ്ഞാലേ സ്നേഹിക്കണ്ടോന്ന് കരുതിയാലും നടക്കണില്ല, അങ്ങോട്ട് സ്നേഹിച്ചു പോകുക. ഇതിനെയാണ് തബഈയായ സ്നേഹം എന്ന് പറഞ്ഞത്. മുഹമ്മദ് നബിയോടുള്ള സ്നേഹം ഒന്നാമത്തതല്ല, രണ്ടാമത്തതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം രണ്ടാമത്തതായിരിക്കണം, തബഈയായിരിക്കണം. സ്നേഹിക്കാതിരിക്കാൻ അങ്ങോട്ട് കഴിയണില്ല. നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാൾ താല്പര്യമുള്ള ആളാണ് മുഹമ്മദ് നബി. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ചില ആൾക്കാർക്ക് നബി തങ്ങളെ മദീ ചെയ്താൽ ഏറോന്ന് സംശയമുണ്ട്. അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ രണ്ട് പേര് മുഹമ്മദ് നബിക്ക് പറഞ്ഞത് ഈ ആയത്തിലുണ്ട്. റഊഫ്, റഹീം, അത് രണ്ടും അള്ളാഹുവിൻ്റെ പേരാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് നബി തങ്ങളെ കുറിച്ചാണ്. ഏറൂല. ഏറു എപ്പോന്നറിയോ? അള്ളി റസൂല് ഒന്നാന്ന് പറഞ്ഞ ഏറും. രണ്ടെണ്ണല്ല, അള്ളി റസൂല് ഒന്നെന്നെയാണ് എന്ന് പറഞ്ഞ ഏറും. അത് പറയാത്തിടത്തോളം കാലം മദ് ഏറൂല. ബാലഗൽ മുദ്ദഹു ഫി ഔസഫിഹി ഫമാ ബലഗ് ബാലിഗും മിഅ്ശറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബിയോടുള്ള ഇഷ്ടം ബുദ്ധിപരമായാൽ പോരാ, അഖലിയായാൽ പോരാ, തബഈയായിരിക്കണം. തബഈയായ സ്നേഹമുണ്ടാവണമെങ്കിൽ ബന്ധം തിരിച്ചറിയണം. ബന്ധം മനസ്സിലായാലാണ് തബഈയായ സ്നേഹം ഉണ്ടാകുക. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഗൾഫിൽ നിന്ന് ഒരാൾ ലീവിന് വന്നു, കല്യാണം ആലോചിച്ചു, കല്യാണമൊന്നും ശരിയായില്ല. പോണേൻ്റെ 2 ദിവസം മുമ്പ് കല്യാണം ശരിയായി. എന്നാ പിന്നെ ഞാൻ നിക്കാഹ് നടത്തിങ്ങാണ്ടാണ് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നിക്കാഹ് നടത്തി. ഒരിക്കോലൊന്നിങ്ങനെ കണ്ടു, ഒന്നിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിച്ചു. ഓൻ ഗൾഫിക്ക് പോയി. 2 മാസം കഴിഞ്ഞിട്ട് വാഹനാപകടത്തിൽ ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഒറ്റ പ്രാവശ്യം കണ്ട് നിക്കാഹിച്ച പെൺകുട്ടി ഉണ്ടല്ലോ, മാസങ്ങളോളം കരയും. എന്താ കാരണം? ബന്ധം മനസ്സിലായി എന്നതാണ് കാരണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക് തബഈയാവണമെങ്കിൽ നബിയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാവണം. നിങ്ങളുടെ അമലുകൾ എനിക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വെളിവാക്കപ്പെടുമെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ടെന്നും അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. ഞമ്മക്ക് വേണ്ടി നമ്മൾ 2 വട്ടം പൊറുക്കലിനെ തേടണില്ല കേട്ടോ, രാവിലെയും വൈകുന്നേരം. നമുക്ക് വേണ്ടി നമ്മൾ 2 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ല. അങ്ങനത്തെ നമുക്ക് വേണ്ടി എല്ലാ ദിവസവും 2 നേരം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധം മനസ്സിലാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വാപ്പ, മാതാപിതാക്കൾ മക്കളെ പാലം കടക്കുന്നതിൻ്റെ മുമ്പ് തിരിഞ്ഞു നോക്കൂല. സിറാത്ത് പാലം ഏറ്റവും ചുരുങ്ങിയത് 50,000 വർഷമുണ്ടാകുമെന്നാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വര്യൻ നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, നാളെ മഹ്ശറിൽ വെച്ച് നിങ്ങളെ ഒന്ന് കാണാൻ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടതു നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം?
നബി തങ്ങൾ പറഞ്ഞു, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കാണാം. ആ സ്വഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അവിടെ വെച്ച് കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ കാണാം. അവിടെ വെച്ച് കണ്ടില്ലെങ്കിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഹൗദുൽ കൗസർ എന്ന ദാഹജലം മുക്കിക്കൊടുക്കുന്ന ഹൗദങ്കരയിൽ വെച്ചു കാണാം. പുന്നാര നബിയെ, മാണിക്കക്കല്ലേ, എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ. ഞാൻ നാളെ മഹ്ശറയിൽ എന്തായാലും നിങ്ങളെ കണ്ടേ മതിയാകൂ എന്ന് തോന്നുമ്പോ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, സഹാബ, സിറാത്ത് പാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ പോകൂല കേട്ടോ. വാപ്പ മക്കളെ അന്വേഷിക്ക പാലം കടന്നിട്ടാണ്. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. പാലം കടക്കുന്നതിന്റെ മുമ്പ് 50,000 വർഷം തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബന്ധം മനസ്സിലായാൽ മാത്രമേ സ്നേഹം തൊബഴിയാവുകയുള്ളൂ. അതുകൊണ്ട് പുണ്യനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണം. ആയിഷ ബീവി ഭർത്താവിനെ വിളിക്കൽ യാ അയ്യുഹർ റജുൽ എന്നല്ല, യാ റസൂലല്ലാഹ് എന്നാണ്. ഫാത്തിമ ബീവി വാപ്പാനെ വിളിക്കൽ വാപ്പാന്നല്ല, യാ റസൂലല്ലാഹ് എന്നാണ്. അല്ലെങ്കിലും വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയുള്ളൂ, ഉമ്മയാവാൻ കഴിയൂല. ഉമ്മാക്ക് ഉമ്മയാകാൻ മാത്രമേ കഴിയുള്ളൂ, വാപ്പയാകാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരേ സമയം വാപ്പയും ഉമ്മയുമാകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ഉമ്മുൻ അമാബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആത്മഹർഷം തുടികൊട്ടുന്ന നാളാണ് ഖിയാമത്ത്. നെഞ്ചിടിപ്പിന്റെ ശബ്ദം കാതുകൊണ്ട് കേൾക്കാമെന്നാണ് ഖിയാമത്ത് നാളിൽ. ആ സ്ഥലത്ത് വെച്ച് ആരും ആരെയും ശ്രദ്ധിക്കുകയില്ല, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ശ്രദ്ധിക്കുകയില്ല. സത്യത്തില് ഹിസാബ് എന്തിനുള്ളതാണെന്ന് ഞാൻ കുറെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഹിസാബ് ചെയ്യാൻ ആരംഭിക്കണമെങ്കിൽ 50,000 വർഷം കഴിയും. എന്നിട്ടാണ് ആരംഭിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിനെ തുടർന്നാണ് ആരംഭിക്കുക. എല്ലാ മനുഷ്യന്മാരും കൂടിയിട്ട് ആദ്യം പൂർവകാല അമ്പിയാക്കളുടെ അടുക്കൽ ചെല്ലും. ഇബ്രാഹിം നബീൻ്റെ അടുക്കൽ, മൂസാ നബി, ഈസാ നബി, സയ്യിദുനാ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലൊക്കെ ചെല്ലും. എന്നിട്ട് പറയും, ഈ മഹ്ശറിൽ നിന്നൊന്നാണ് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് പറയോ? ഓരോരുത്തരും പറയും, ഞങ്ങൾ എൻ്റെ സ്വന്തം കാര്യത്തിൽ വലിയ ഇടങ്ങേറിലാണ്. അവസാനം മുസ്തഫ നബിയോട് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അർശിന്റെ താഴ്ഭാഗത്ത് പോയി സുജൂദിൽ വീണ് കിടക്കും. ആ സുജൂദിനൊടുവിൽ പറയപ്പെടും, മുഹമ്മദ് നബിയെ തല ഉയർത്തു, എന്താണ് ആവശ്യം നിർവഹിച്ചു തരാമല്ലോ എന്ന് പറയും. അങ്ങനെ തല ഉയർത്തിയിട്ട്, പടച്ചോനെ, എൻ്റെ ആൾക്കാർ, നിന്റെ അടിമകൾ മഹ്ശറയിലാകെ അടങ്ങറായിട്ടുണ്ട്, അവരെ ഒന്ന് ഹിസാബ് ചെയ്യണം എന്ന് പറയും. സത്യത്തിൽ എന്തിനാണ് മഹ്ശറ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്മതിപ്പിക്കാനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ഈ പറയാൻ പോണേൽ ഇപ്പം നമ്മളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ മഹ്ശറയെന്നൊന്നും കഴിച്ചില്ലാന്ന് പറയാൻ പോണേൽ നമ്മളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെന്നിട്ട് എന്താ പറയാ? സ്വർഗത്തുക്കായാലും വേണ്ടിയില്ല, നരകത്തുക്കായാലും വേണ്ടിയില്ല, ഇവിടുന്ന് ഒന്നാണ്ട് കഴിച്ചിലായാൽ മതി എന്നാണ് പറയാ. നരകത്തുക്കായാലും വേണ്ടിയില്ല നിങ്ങളാരേലും പറയോ? ഞാൻ പറയില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ പറയില്ല. മമ്പാട്ടേര് പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഏതായാലും പറയില്ല. നമ്മളെ മുമ്പിൽ ആകെ ഒറ്റ ഓപ്ഷനുള്ളൂ, എവിടേക്ക്? സ്വർഗത്തേക്ക്.
പിന്നെ എന്തുകൊണ്ടാണ് സ്വർഗത്തുക്കായാലും വേണ്ടില്ല നരകത്തുക്കായാലും വേണ്ടില്ല എന്ന് പറയണത്? അതിനൊരു കാരണമുണ്ട്. പറയാൻ പോണേൽ അബൂജഹലുണ്ട്, ലഅനത്തുല്ലാഹി അലൈഹി. അതുകൊണ്ടാണ്. ഈ പറയാൻ പോണേൽ നമ്രൂദുണ്ട്, പറയാൻ പോണേൽ ഖാറൂനുണ്ട്, പറയാൻ പോണേൽ ഫിറഔനുണ്ട്. അതുകൊണ്ടാ പറയണത്. എന്തിനാ മഅ്ശറ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചാലേ നടക്കുള്ളൂന്ന് ഫിറഔനും നമ്രൂദിനും ഖാറൂനിനും അതുപോലത്തെ ആൾക്കാർക്കും എന്നാണോ മനസ്സിലാകുന്നത് അന്ന് ഹിസാബ് തുടങ്ങും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്മതിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ മഹ്ശർ. ലോകത്തെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കാത്തതായുണ്ടോ അതിൻ്റെയും രഹസ്യം മുഹമ്മദ് നബിയാണ്. ഇനി ലോകത്തെന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതിൻ്റെയും രഹസ്യം അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി. ലോകത്തെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ രഹസ്യം മുഹമ്മദ് നബിയാണ്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ എന്തിനാ അങ്ങോട്ട് വന്നത്? മുഹമ്മദ് നബിക്ക് വരാന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീയുന്നതിനാ കയറി പോകുന്നത് മുഹമ്മദ് നബിക്ക് വരാന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബി അലൈഹി ഇസ്ലാം എന്തിനാ കപ്പലിൽ കയറി രക്ഷപ്പെട്ടത്? മുഹമ്മദ് നബിക്ക് വരാന്. ലോകത്തെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ പിന്നിലെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എന്തെല്ലാം സംഭവിക്കാത്തതുണ്ടോ അതിൻ്റെയും പിന്നിലെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ടില്ല ആരും. സംഭവിക്കാത്തൊരു കാര്യമാണ്. കെട്ടിച്ചിട്ടില്ല. എന്താ കാരണം? സ്വർഗത്തിൽ മുത്തുനബിക്ക് കല്യാണം കഴിക്കാന് ലോകത്ത് സംഭവിക്കാത്തതിൻ്റെയും രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ലോകത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതിൻ്റെയും രഹസ്യം മുഹമ്മദ് നബിയാണ്. അതാണ് മഹ്ശർ. മഹ്ശറയുടെയും രഹസ്യം അഷ്റഫുൽ ഖൽഖാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എവിടെ വെച്ചാ കാണാ? എനിക്ക് എന്തായാലും മഹ്ശറയിൽ നിങ്ങളെ കാണാതിരിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സിറാത്ത് പാലത്തിൻ്റെ അടുത്ത് വെച്ച് കാണാതിരിക്കൂല. അവസാനത്തെ മനുഷ്യനും കടന്നു പോകുന്നത് വരെ പാലത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ നിന്നിട്ട് ഓരോരുത്തരും പോകുമ്പോ അല്ലാഹുമ്മ സല്ലിം, പടച്ചോനെ ഓനട് കഴിച്ചിലാക്കി, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ അവനെ രക്ഷപ്പെടുത്തി, അവനെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഓരോരുത്തരും പോകുമ്പോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. അതുകൊണ്ട് ലോകത്തെ എല്ലാ വിജയങ്ങളുടെയും രഹസ്യം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലോകത്തെ ഏറ്റവും കൂടുതലായി ബറക്കത്തുണ്ടായ ഒരു മനുഷ്യൻ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണെന്നാണ്. 200 വയസ്സുവരെ മഹാനവർകൾ ജീവിച്ചിട്ടുണ്ട്. എന്താ രഹസ്യം? മുഹമ്മദ് നബി. ലോകത്തെ ഏറ്റവും ബറക്കത്തുണ്ടായ രണ്ടാമത്തെ മനുഷ്യൻ മഹാനായ സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. 130ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഒരൊറ്റ ചുളിവും വീണിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. എന്തേ കാരണം? 10 വയസ്സുള്ള സമയത്തൊരിക്കൽ നബിതങ്ങൾ കവിളിലൊന്നിങ്ങനെ കൈയോടിച്ചതായിരുന്നു കാരണം. 130ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഒറ്റ മുടിയും നരച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. 10 വയസ്സിൽ താഴെ പ്രായമുള്ള സമയത്തൊരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചതായിരുന്നു കാരണം. അതുകൊണ്ട് റജബിന്റെ ബറക്കത്തിനും തോർക്കണം, ശഅബാന്റെ ബറക്കത്തിനും തോർക്കണം. റജബിന്റെ ബറക്കത്ത് തവക്കുലാണ്, ശഅബാനിന്റെ ബറക്കത്ത് ഇഷ്കാണ്, റമളാനിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത് ഉമ്മത്തിനെ തിരിച്ചറിയലാണ്. റമളാൻ ഉമ്മത്തിന്റെ മാസമാകുന്നു എന്നാണ്. മുസ്ലിം ഉമ്മത്തിനെ, മുസ്ലിം സമൂഹത്തെ തിരിച്ചറിയുക എന്നതാണ്
റമദാൻ മാസത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബറക്കത്ത്. അങ്ങനെ 3 മാസവും ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ബറക്കത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും കൊണ്ടുവരികയും വേണം. ബറക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ബറക്കത്തുള്ളത് വളരെ കുറച്ചാണെങ്കിൽ പോലും ഒരുപാട് ഉപകാരങ്ങൾ അതിനുണ്ടാകും. ഇന്ന് ഒരു ആഗോള സുന്നിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ മൊത്തത്തിൽ ഒന്നായി കാണുന്നതാണ് പുതിയ ആഗോള സുന്നിസം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ എന്ന് പറയുന്ന ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, അതിന് മില്ലത്ത്, ഉമ്മത്ത് തുടങ്ങിയ പേരുകൾ ഉപയോഗിക്കുന്നുണ്ട് ലോകവ്യാപകമായി. നമുക്ക് പേര് പറയാൻ മടിയുള്ള പല മുസ്ലിം രാഷ്ട്രങ്ങൾ വരെ ഈ സ്വാധീനത്തിലാണുള്ളത്. ഒരു നിലക്ക് നമ്മൾ പറഞ്ഞാൽ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭരണം ഈ സ്വാധീനമുള്ളവർക്കാണ് നിലവിലുള്ളത്. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചിട്ട് കാല് തേഞ്ഞ മനുഷ്യനാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 മക്കൾ, ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, മറ്റൊന്ന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും മക്കയിലേക്ക് താമസം മാറി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മക്കയിൽ വന്ന് താമസമാക്കിയിരുന്ന കച്ചവടക്കാരിൽ നിന്ന് കല്യാണം കഴിച്ചു. അതിൽ മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി, പേരക്കുട്ടികളുണ്ടായി, വലിയ കുടുംബമായി. അതാണ് മക്കയിൽ താമസിച്ചിരുന്ന അറബി കുടുംബം. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓമന പേരായിരുന്നു ഇസ്രായേൽ. ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് സയ്യിദുന യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാണ്. ലോകത്ത് വന്ന 99% അമ്പിയാക്കളും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിലാണ് വന്നത്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണ് വന്നിട്ടുള്ളത്. അത് അഷ്റഫുൽ ഖൽഖായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ബനു ഇസ്രായേലിൽ ഒരുപാട് നബിമാർ വന്നു. മൂസ നബി അലൈഹി ഇസ്ലാം വന്നു, ഈസ നബി അലൈഹി ഇസ്ലാം വന്നു. അവരുടെ എല്ലാവരുടെയും അനുയായികളാണ് വേദത്തിൻ്റെ ആളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂസ നബിയുടെ അനുയായികൾ, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ. ഇതിനെയാണ് ഇന്ന് ആഗോളതലത്തിൽ മില്ലത്തു ഇബ്രാഹിം എന്നും ഉമ്മത്തു ഇബ്രാഹിം എന്നും പറയുന്നത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ വാഹിദ. ലോകത്ത് വലിയൊരു സ്വാധീനം നേടിയിട്ടുള്ള ഒരു ചിന്താശാഖയാണ് യഥാർത്ഥത്തിൽ ഈ മില്ലത്ത് ഇബ്രാഹിം, ഉമ്മത്ത് ഇബ്രാഹിം തുടങ്ങിയ കാഴ്ചപ്പാട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ മക്കളല്ല. ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ ഇസ്രായേലിലേക്ക് താമസം മാറിയതാണ്. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന യാക്കൂബ് നബിയുടെ മക്കൾ അറബികൾ തന്നെയാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ മക്കളും അറബികൾ തന്നെയാണ്. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയും അറബികൾ തന്നെയാണ്. അത് രണ്ടും അറബികളാണ്. ഒരിക്കലും ഇന്നത്തെ ഇസ്രായേലർ അല്ലാതെ. ഇന്നത്തെ ഇസ്രായേലർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറി താമസിച്ചു. ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഈസാ നബിയുടെ അനുയായികളല്ല. അവർ ഈസാ നബിയുടെ അനുയായികളാണ്, പക്ഷെ നമ്മൾ പറഞ്ഞ ഈസാ നബിയുടെ അനുയായികളല്ല. നമ്മൾ പറയുന്ന അഹ്ലു കിതാബ് എന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ അറബികൾ തന്നെയാണ് അവര്. ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ജൂതന്മാർ 2 വിഭാഗമാണ്. ഒന്ന് അടിസ്ഥാനപരമായി പാരമ്പര്യ ജൂതന്മാരും, 2 ജൂതമതത്തിലേക്ക് കൺവെർട്ട് ചെയ്തവരും.
ജൂതമതത്തിലേക്ക് കൺവെർട്ട് ചെയ്തവരെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഡിസംബർ 25 എന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനം അല്ല. ഡിസംബർ 25 എന്നത് യൂറോപ്പിൽ പഴയകാലത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ ജന്മദിനം വലിയ ഒരു ആനിവേഴ്സറിയായി, വാർഷികാഘോഷമായി കൊണ്ടാടൽ പതിവുണ്ടായിരുന്നു. അതിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനം കൂടി കൂട്ടിച്ചേർത്തതാണ്. റബീഉൽ അവ്വൽ 12 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ്. അന്ന് മൈക്കക്കാരന് ഒഴിവില്ലാത്തതുകൊണ്ട് ഒരു കൊല്ലം എന്താക്കി, നമുക്ക് കൊല്ലം 15 തീരുമാനിച്ച് പിന്നെ എല്ലാ കൊല്ലം 15 നടത്തിയ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ നടത്തിയതാണ്. പൂർവകാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ യൂറോപ്യനായ ഒരു രാജാവിൻ്റെ ജന്മദിനാഘോഷത്തിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആണ്ടും കൂടിയും ചേർത്തുങ്ങാണ്ട് ഒന്നിച്ചാഘോഷിച്ചതാണ് ഡിസംബർ 25 എന്ന് പറയുന്നത്. അല്ലാതെ ഡിസംബർ 25 ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ച ദിവസമല്ല. അങ്ങനെ ആണെങ്കിൽ ആവേണ്ടിയിരുന്നത് ജനുവരി 1 കാരണം ക്രിസ്തു വർഷത്തിലെ 1-ാം മാസം ജനുവരിയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനം അങ്ങനെയാണെങ്കിൽ ആവേണ്ടിയിരുന്നത് ജനുവരി 1. ജനുവരി 1 അല്ല, ഡിസംബർ 25 അല്ല. ആഘോഷം അന്നത്തേക്ക് മാറ്റിയതാണ് യഥാർത്ഥത്തിൽ സംഭവം ഉള്ളത്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാ വെച്ചാൽ, ഇന്നത്തെ ഇസ്രായേലർ എന്ന് പറയുന്നതല്ല നമ്മൾ പറയുന്ന അഹ്ലു കിതാബ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ പുതിയ ഒരു വിശാല കാഴ്ചപ്പാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളായ തൗറാത്തിൽ വിശ്വസിക്കുന്നവരും ഇഞ്ചീലിൽ വിശ്വസിക്കുന്നവരും ഖുർആനിൽ വിശ്വസിക്കുന്നവരും ഒന്നിച്ച് നീങ്ങണം എന്ന്. ഈ ഒന്നിച്ച് നീങ്ങണമെന്ന അഭിപ്രായക്കാരെയാണ് ഇന്ന് ആഗോള സുന്നികൾ എന്ന് വിളിക്കുന്നത്. ഇത് അല്ലാത്തവരെ 2 പേരിൽ വിളിക്കുന്നുണ്ട്. ഒന്ന് ഷിയാക്കൾ എന്ന പേരിൽ വിളിക്കുന്നു, മറ്റൊന്ന് സൂഫികൾ എന്ന പേരിൽ വിളിക്കുന്നു. അപ്പൊ നമ്മളൊക്കെ പെടുത്തിയിട്ടുള്ളത് ഈ പറയപ്പെട്ട സൂഫികൾ എന്നതിലാണ്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞ സൂഫി അല്ലട്ടെ നമ്മള്. ആ സൂഫിസം എന്ന് പറയുന്നത് ഷിയായിസത്തിന്റെ ബൈ പ്രോഡക്റ്റായുള്ള സൂഫിസമാണ്. നമ്മൾ പറയുന്ന മുൻകഴിഞ്ഞു പോയ സൂഫിയാക്കളായ മഹാന്മാർ എന്ന് പറയുന്ന ആ സാധനം അല്ലത്. നമ്മളാരാ? നമ്മൾ കർമ്മശാസ്ത്രപരമായി ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണങ്ങളെയും വിശ്വാസപരമായി ബഹുമാനപ്പെട്ട സയ്യിദുന അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണങ്ങളെയും കൊണ്ട് നടക്കുന്ന ആളുകൾ ഷാഫിയാക്കളും അശ്അരിയാക്കളും ആയവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ സുന്നികൾ എന്ന് പറയുന്നത്. ആഗോള സുന്നികൾ എന്ന് പറയുന്നത് വേറെയാണ്, നമ്മൾ വേറെയാണ്. ഈ തിരിച്ചറിവിനെ എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. നമുക്ക് നമ്മുടേതായ ചില അസ്ലുകൾ, നമുക്ക് നമ്മുടേതായ ചില അടിസ്ഥാനങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് വിശ്വാസം, രണ്ടാമത്തേത് ആദർശമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതാണ് നമ്മുടെ ആദർശം. മൂന്നാമത്തേത് ആശയമാണ്. നമ്മുടെ ആശയം എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നതാണ് ആശയം. എന്താ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞത് ആശയമായത്? സമസ്ത എന്ന് പറയുന്നത് 40 തലയെടുപ്പുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്, ആലിമീങ്ങളുടെ കൂട്ടായ്മയാണ്. ഈ 40 ആളുകൾ പറയുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കുന്നവർക്ക് പറയുന്ന പേരാണ് സമസ്തക്കാർ. അല്ലാതെ അത് മെമ്പർഷിപ്പ് എടുക്കലല്ല. SYS മെമ്പർഷിപ്പ് ഉണ്ട്, SKSF മെമ്പർഷിപ്പ് ഉണ്ട്, SMF മെമ്പർഷിപ്പ് ഉണ്ട്, സുന്നി ബാലവേദിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്, അതേപോലെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മെമ്പർഷിപ്പ് ഉണ്ട്. സമസ്തന്റെ മെമ്പർഷിപ്പ് പറഞ്ഞിട്ട് 100 രൂപയ്ക്ക് കൊടുക്കലില്ല. പിന്നെന്താ? സമസ്തന്റെ മെമ്പർമാർ എന്ന് പറഞ്ഞാൽ സമസ്തക്കാർ എന്ന് പറയുന്നൊരു വിഭാഗമാണ്. സമസ്തക്കാർ എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 മുഷാവറ അംഗങ്ങൾ കൂടിക്കൊണ്ട് ഒരു തീരുമാനമെടുത്താൽ, തീരുമാനം വരുന്നത് വരെ നമുക്ക് നമ്മളെ അഭിപ്രായമൊക്കെ പറയാം. അങ്ങനെ വേണ്ടത്, ഇങ്ങനെ വേണ്ടത് എന്നൊക്കെ പറയാം.
അതിന് കുഴപ്പമൊന്നുമില്ല. തീരുമാനം കണ്ടു വന്നാൽ എന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നവർക്കാണ് സമസ്തക്കാരെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആശയം. ഇനി നാലാമത്തതാണ് പ്രവർത്തനം. ഈ വിശ്വാസത്തിലും ഈ ആദർശത്തിലും ഈ ആശയത്തിലും ഊന്നിയുള്ള പ്രവർത്തനമായിരിക്കണം നമ്മുടേത്. അതിനൊരുപാട് അസ്ലുകളുണ്ട്, ഒരുപാട് അസ്ലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ മജ്‌ലിസ് നൂർ നടത്തിയല്ലോ. നമ്മളിവിടെ മജ്‌ലിസ് നൂർ നടത്തി, പല സ്ഥലത്തും മജ്‌ലിസ് നൂർ നടക്കലുണ്ട്. ഞാൻ പലയിടത്തും പോകലുണ്ട്. മജ്‌ലിസ് നൂറിന് ചെന്നാൽ ദ്വാരക്കാനുള്ള ലീസ്റ്റ് ഉണ്ടാവും, കുറേ ലീസ്റ്റ് ഉണ്ടാവും. കാൽമുട്ട് വേദന മാറാൻ വേണ്ടി 100 രൂപ, കാലിൻ്റെ തള്ളാൻ വിരലിൻ്റെ നഖം പോകുന്നത് ശരിയാകാൻ വേണ്ടി 313 റുപ്യ, വിദേശത്തുള്ള ഭർത്താവിന് ജോലി ശരിയാക്കാൻ വേണ്ടി 1100 റുപ്യ, മുറാദ് ഹാസിലാക്കാൻ വേണ്ടിയിട്ട് 501 റുപ്യ. ഹൈദർലി ഷാബ് തങ്ങൾ പറഞ്ഞിട്ടുള്ള മജ്‌ലിസ് നൂറിലേ ഹൈദർലി ഷാബ് തങ്ങൾ പാപ മജ്‌ലിസ് നൂറി എല്ലാം പറഞ്ഞത് കാലിൻ്റെ വെച്ചുത്തി പോകുന്ന തള്ളാൻ വിരൽ നേരാവാനായിരുന്നു. പിന്നെന്തിനാ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാ കാൽമുട്ട് വേദന മാറൂലേ? മാറും, പക്ഷെ അത് അതിനുള്ളതല്ല. ഗൾഫിലുള്ള ഭർത്താവിൻ്റെ ജോലി ശരിയാവൂലേ? ശരിയാകും, പക്ഷെ അത് സാധനം അതിനുള്ളതല്ല. സാധനം എന്തിനുള്ളതാ? മൗത്തിൻ്റെ നേരത്ത് ഇങ്ങനെ കട്ടിലും അങ്ങനെ നീണ്ടു നീർന്ന് നടക്കുമ്പോൾ ബദിരീങ്ങൾ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കണം. 313 ആള് മരിക്കണ നമ്മൾ മാത്രമേ കാണുള്ളൂ, വേറെ ആരും കാണൂല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അസ്ലി പറയുന്നത്. ഇതാണ് ആദർശം. ഇത് ചില പ്രത്യേകമായ രീതികളും ആദർശങ്ങളാണ്. ഇത് നമ്മക്കേ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. എന്താ കാട്ട? മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യമായി യാത്ര പറയുന്നത് അവന്റെ 2 കണ്ണുകളായിരിക്കും. ദുനിയാവിലേക്ക് അവസാനമായി തുറക്കുന്നതും 2 കണ്ണാണ്. ദുനിയാവിൽ നിന്ന് ആദ്യമായി യാത്ര പറഞ്ഞ് പിരിയുന്നതും 2 കണ്ണാണ്. നോട്ടമാണ് ആദ്യം അവസാനിപ്പിക്കുക. ദുനിയാവിലേക്ക് അവസാനമായി തുറക്കുന്നതും കണ്ണായിരിക്കും. ചെറിയ കുട്ടികൾ മനുഷ്യന്മാരെ നോക്കൂലല്ലോ. ചെറിയ കുട്ടികൾ മനുഷ്യന്മാരെ നോക്കൂല, ലൈറ്റ് കണ്ടാൽ നോക്കും. പിന്നെ മൂലയന്മാരെ കണ്ടാലും നോക്കും. അസൂയുണ്ടൊന്നും കാര്യമില്ല. എല്ലാവരും വാപ്പാരോ ഓതാൻ പറഞ്ഞയച്ചിട്ടുണ്ടാവും. കുറച്ചാലൊക്കെ നിൽക്കാതെ പോകുന്നതല്ലേ, ഞാൻ ഉത്തരവാദിയാ. കുറച്ചാലൊക്കെ പോയി, എല്ലാവരും മിക്കവാറും ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും. നിൽക്കാം മൂലയരായതുകൊണ്ടല്ല കേട്ടാ. കുട്ടികളെ മൂലയന്മാരെ നോക്കണതിൻ്റെ കാരണം വെള്ളത്തിനും വെള്ളക്കുപ്പായ ഉണ്ടായിട്ടാണ്, അല്ലാതൊന്നുമല്ല. മലക്കുകളുടെ ലോകവുമായി അവർക്കുള്ള ബന്ധമാണത്. പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ആദ്യം ഉമ്മാനെ നോക്കും, പിന്നെ വാപ്പാനെ നോക്കും, അങ്ങനെ നോട്ടം തുടങ്ങുന്നത്. ഇതുപോലെ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ആദ്യം നോട്ടം അവസാനിക്കും, കണ്ണിൻ്റെ ചലനം അവസാനിക്കും. നമുക്ക് തോന്നും വാപ്പ നമ്മളെ നോക്കണതെന്ന്, പക്ഷെ നോക്കുന്നുണ്ടാവില്ല. പിന്നെ അവർ ആരെയാണ് കാണുന്നതെന്ന് നമ്മളറിയില്ല. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവരെ കാണും. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണോ അവരെയാണ് മരിക്കുമ്പോൾ കാണുക. അപ്പം നമ്മൾ കട്ടിലും ഇങ്ങനെ നീണ്ടു തീർന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ബദരീങ്ങളോട് വലിയ ഇഷ്ടമായതിനാല് ഓലും 313 ആൾക്കാർ വട്ടത്തിൽ ഇങ്ങനെ നിൽക്കണം. ഈ ബദരീങ്ങൾ എന്ന് പറഞ്ഞതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാല് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് 1500 കൊല്ലായി. അതാർക്കെന്നറിയോ? ഞമ്മക്കാണ്. അതായത് ശുഹദാക്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നാളുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിക്കുക എന്ന് പറഞ്ഞാല് ദുനിയാവിലെ 1000 വർഷമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം. അപ്പോൾ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഞമ്മക്ക് 1500 കൊല്ലായി എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾക്ക് 1.5 ദിവസമായി എന്നാണ് അതിൻ്റെ അർത്ഥം.
അതാണ് ഈ ശുഹദാക്കന്മാർക്ക് ബാക്കി ആർക്കും ഇല്ലാത്തതിൻ്റെ പ്രത്യേകത ഉണ്ടായത്. അതുകൊണ്ടാണ് അവർക്ക് 1.5 ദിവസമാണ് ആയത്. ഓല അബൂജാഹിലിനെ വെട്ടിയതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. നന്നായിട്ടൊരു വിസ്തരിച്ചൊരു ചായയൊക്കെ കുടിച്ച് കാലൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു വെട്ടുണ്ടാണ്ട് വെട്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേ 1.5 ദിവസമാണ്. ഓലിങ്ങനെ വന്നിട്ട് കട്ടിലിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കണം. ഇതാണപ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം തന്നത്. ഇതെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പ്രത്യേകമായ ആദർശമാണ്, ആശയമാണ്. ഈ ആദർശത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആശയം. ഏത് പ്രവർത്തനങ്ങൾ പരിശോധിച്ചാലും അതൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ പരിപാടി എന്താ? ഇതൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിപാടിയാണ്. പിരാന്തന്റെ പ്രവർത്തനം വരെ എടുത്താൽ അതും ചില പ്രത്യേകമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. നമുക്ക് മനസ്സിലായില്ല, അവന് മാത്രമാണ് മനസ്സിലായത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഒന്നാമത്തത് ഈമാനാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യമാണ് ഈമാന്റെ അസ്ല് എന്ന് പറഞ്ഞാൽ. അത് എത്രത്തോളമുണ്ടോ അത്രത്തോളം ഈമാൻ ഉണ്ടാവും. നമ്മളെ പഴമക്കാരായ ആൾക്കാർ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക റബീഉൽ അവ്വൽ 12-നാണ്. വലിയൊരുനാളിനേക്കാൾ, ചെറിയൊരുനാളിനേക്കാൾ, ബദരീങ്ങളാണ്ടിനേക്കാൾ, ഓമാനൂർ നേർച്ചയേക്കാൾ, മഹലിൻ്റെ കുടുംബസംഗമത്തേക്കാൾ ഏറ്റവും പൈസ ചെലവാക്കും റബീഉൽ അവ്വൽ 12-ന്. അങ്ങനെയാണ് വേണ്ടതും. റബീഉൽ അവ്വൽ 12-ന് മദ്രസയിൽ കുട്ടികളെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ കുറേ വൈകിയും കുട്ടികൾ ഇങ്ങനെ പാടും. അപ്പോൾ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് ചോദിക്കും സദർ ഉസ്താദിനോട്, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവുമോ എന്ന്. അപ്പോഴാണ് ഈ തരിപ്പ് ഇങ്ങനെ കയറി വന്നിട്ടുള്ളത്. കുറച്ച് പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇഷ്ക് ഇങ്ങനെ കയറി വന്നിട്ട് സദർ ഉസ്താദിനോട് ചോദിക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയമുണ്ടോ. അപ്പോൾ സദർ ഉസ്താദ് ഉള്ള പരിപാടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 10-40 മിനിറ്റ് ഉണ്ടാക്കിയിട്ട് ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യും. അപ്പം ഇങ്ങോട്ട് സ്റ്റേജ് നമുക്ക് കയറിയിട്ടാണ്ട് പാടും. മണ്ണിലെ നല്ലൊരു നാട്ടിലെ മക്കത്തെ നല്ലൊരു വീട്ടിലെ മന്നാന്റെ ദൂതർ മുഹമ്മദ് മാണിക്കല്ലായി പിറന്നത്. അപ്പൊ ഗൾഫിൽ നിന്ന് കുട്ടികൾ ലീവിന് വന്നിട്ടുണ്ടാവും. ഒരു കീശയ്ക്കൊന്നിങ്ങനെ നോക്കും. 500-ന്റെ നോട്ട് എടുത്തിട്ട് കവറിലിട്ട് കണ്ടാണ് കൊടുക്കും. ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കല് റബീഉൽ അവ്വൽ 12-നാ. എന്താ കാരണം? മുത്തുനബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യമാണ് ഈമാന്റെ അസ്ല്. ഇത് പഴയ ആളുകൾ അതേപോലെ നിലനിർത്താൻ വേണ്ടി പെടാപാട് പെട്ടു. നമ്മളും അത് നിലനിർത്തിക്കൊണ്ടുപോകണം. അടുത്ത തലമുറക്ക് ഒരു കേടും വരുത്താതെ കൈമാറണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം പോയാൽ ഈമാൻ പോവും. യുക്തിവാദത്തിന്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവ്. നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവ്. സർവമത സത്യവാദത്തിന്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവ്. ലിബറലിസത്തിന്റെ അടിസ്ഥാനം എന്താ? സ്ത്രീ പക്ഷപാതത്തിന്റെ അടിസ്ഥാനം എന്താ? എല്ലാം അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യക്കുറവാണ്. അതാണ് ഈമാന്റെ അസ്ല്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ബറക്കത്തിൽ നിന്നാണ്. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബിതങ്ങളുമായുള്ള ബന്ധം അതാണ് ബറക്കത്തിന്റെ അടിസ്ഥാനം. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മണ്ണ് മദീനയുടെ മണ്ണ്. അഫ്ദലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യന്മാർ മദീനക്കാർ. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യന്മാർ ബദരീങ്ങൾ. ലോകത്തിലെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യന്മാർ സ്വഹാബത്ത്. ഒക്കെ നബിതങ്ങളുള്ള ബന്ധാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചോനെ മുത്തുനബിനെ ഓർക്കത്തിലെങ്കിലും ഒരൊട്ടെങ്കിലും ഒന്ന് കാണിച്ചു തരണേന്ന് തോരക്കണത്. എന്തേ? ബറക്കത്ത്. ബറക്കത്ത് എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ കൊണ്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മക്കളിലെ ബറക്കത്ത്.
മക്കളിൽ ബറക്കത്തുണ്ടാവാൻ 5 കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. 1, മക്കൾ ആഗ്രഹിച്ചുകൊണ്ട് ലഭിച്ചതായിരിക്കണം. 2, മക്കൾക്ക് ബറക്കത്തുള്ള പേര് നൽകിയിരിക്കണം. 3, മക്കൾക്ക് ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. 4, മക്കൾക്ക് ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം. 5, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ 5 കാര്യങ്ങളാണ് വേണ്ടത്. സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ 1 കാര്യം ചെയ്താൽ മതി. സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ 1 കാര്യം ചെയ്താൽ മതി. ദാനം ശീലമാക്കിയാൽ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. ദാനശീലന്റെ സമ്പത്തിനാണ് ബറക്കത്തുണ്ടാവുക. അങ്ങനെയാണ്. ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവണം. ഭക്ഷണത്തിൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സംതൃപ്തിയോടുകൂടെ നൽകുന്ന ഭക്ഷണമാണ് ബറക്കത്തുള്ള ഭക്ഷണം. സഹയ്യിന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കുമെന്നാണ്. സഹയ്യ് എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് ധർമ്മം കൊടുക്കുന്ന ആൾ. ചില സ്ഥലങ്ങളിലൊക്കെ പരിപാടിക്ക് എന്നാൽ ആൾക്കാർ പറയും, ഇവിടെ എല്ലാ പരിപാടിക്കും ഭക്ഷണം ഈ പെരയിലുണ്ടായാലേ അതുപോലെ വിട്ടുകൊടുക്കലില്ല എന്ന് പറയും. നല്ലോണം തിന്ന അവിടെ നിന്ന് അതിൻ്റെ അർത്ഥം എന്തേ? സഹയ്യ് ധർമ്മിഷ്ഠന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മരുന്നാണ്. സഹയ്യിന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കും. നേരെ ഓപ്പോസിറ്റ് പിശുക്കന്റെ ഭക്ഷണത്തിലോ ദണ്ണുണ്ടാവും. ഞാൻ ഒരിക്കൽ ഒരു പരിപാടിക്ക് വന്നപ്പോൾ പിന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെരയിൽ പോയപ്പോൾ ഈ കുറ്റിപ്പുറത്തിൻ്റെ അപ്പുറത്ത് പുഴൻ്റെ അക്കരെ ഒരു സ്ഥലത്ത് ചെന്നതാണ്. ഗൾഫിൽ നിന്ന് ആരോ പരിപാടി കേൾപ്പിച്ചതാണ്. അങ്ങനെ മാരിവിസ്കരിക്കാൻ തന്നെ എത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ മാരിവിസ്കരിക്കാൻ വേണ്ടി എത്തിയപ്പോൾ പറഞ്ഞു, ഇതാ ഭക്ഷണം അതിൻ്റെ അടുത്തുള്ള ഈ പെരയിൽ തന്നെയാണ്, അങ്ങോട്ട് പോകുക പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് എത്ര ബെല്ലടിച്ചിട്ടും വായിൽ തുറക്കണില്ല. അവസാനം കുറേ കഴിഞ്ഞപ്പോൾ തുറന്ന്. അപ്പം ഞാൻ കയറി ഇങ്ങനെ ഇരുന്നപ്പോൾ പെരക്കാരൻ പറഞ്ഞു, ഓലിപ്പോൾ വന്നിട്ടാണ് മോലിയർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞത്. പെട്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുക എന്ന് ചോദിച്ചു. ഇനി എന്താ നമ്മളെന്താ കാട്ടുക? ആ ഒരു പ്രശ്നമല്ലോ. തിന്നാൻ ഏതായാലും പറ്റൂല. എന്നാൽ ഇറങ്ങിപ്പോന്നാ കച്ചറിയല്ലോ. എന്താ ഇപ്പോൾ കാട്ടുക? സംഗതി തിന്നൂന്ന് വരുത്തി തീർത്തുമല്ല. അപ്പം എന്താ കാട്ടുക? ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. സഹയ്യ് ദാനം ശീലമാക്കിയ ആൾക്കാണ് സഹയ്യ് എന്ന് പറയുന്നത്. അതാണ് ബറക്കത്തുള്ള ഭക്ഷണം. അപ്പൊ സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ ദാനം ശീലമാക്കിയവർക്കാണ് ഉണ്ടാവുക. ഇങ്ങനെ ഓരോ വിഷയത്തിലെയും ബറക്കത്ത്. കുറെ കാലം ജീവിച്ച ബറക്കത്തുള്ളവരുണ്ട്, കുറച്ചു കാലം ജീവിച്ചിട്ട് കുറെ കാര്യം ചെയ്തവരുണ്ട്. രണ്ടും ബറക്കത്താണ്. ഗൗസുൽ ആദം 90 വർഷം, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 90 വർഷം. 25 കൊല്ലം നാട്ടിൽ ഉമ്മയുടെ അടുക്കൽ ദീൻ പഠിച്ചു. 25 കൊല്ലം. 25 വർഷം വിദേശത്ത് പഠനം നടത്തി. 40 വർഷം വഅദ് പറഞ്ഞു. 45 വർഷം ദർസ് നടത്തി. 65 കൊല്ലം കച്ചവടം ചെയ്തു. എല്ലാം കൂട്ടിയാൽ 90 കൊല്ലം ഉണ്ടാകാൻ പറ്റുള്ളൂ. കാരണം മുഹ്യിദ്ദീൻ ശൈഖ് 90 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. പിന്നെ അതിന് മേലെ പോകാൻ പറ്റൂലല്ലോ. 25 കൊല്ലം നാട്ടിൽ പഠിച്ചു, 25 കൊല്ലം വിദേശത്ത് പഠിച്ചു, 45 കൊല്ലം ദർസ് നടത്തി, 40 കൊല്ലം വഅദ് പറഞ്ഞു, 65 കൊല്ലം കച്ചവടം ചെയ്തു. എല്ലാം കൂടിയും കൂട്ടിയാൽ 90. 25 ആണ്ടോളം ചുറ്റി നടന്നോ അവർ, ഇരിയന്നായകൾ കേട്ടാരേയിരുന്നോ അവർ. 40 ഇറ്റാണ്ടോളം വഅദ് പറഞ്ഞോവർ, നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 90 വയസ്സ് ജീവിച്ചു. 55 വയസ്സാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. 55 വയസ്സ്. ഗസാലി ഇമാമിന് കർമ്മശാസ്ത്രത്തിൽ ഒരു കിതാബുണ്ട്, ബസീത്ത് എന്ന് പറയും. ഒരു മനുഷ്യന്റെ ആയുസ്സുകാലം മുഴുവൻ വായിച്ചാലും തീരൂല, അങ്ങനത്തെ കിതാബ്. അതിനെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ ഒന്ന് ചുരുക്കി എഴുതിയിട്ടുണ്ട്. ചുരുക്കി എഴുതിയതിന് വസീത്ത് എന്നാണ് പറയാ. ആയുസ്സുകാലം മുഴുവൻ ഒരാൾ വായിച്ചാലും അത് തീരൂല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ അത് ഒന്നും കൂടി ചുരുക്കി എഴുതിയിട്ടുണ്ട്. അതിന് വജീസ് എന്നാണ് പറയാ. അതെന്നെ നമ്മളാരും കണ്ടിട്ടില്ല. ഗസാലി ഇമാമിന്റെ വലിയ കിതാബായ ബസീത്തിൽ പറഞ്ഞ ഒരു മസ്അലയുടെ കാര്യത്തിൽ ഒരിക്കൽ ഇമാമുമാർക്കിടയിൽ ഒരു തർക്കമുണ്ടായപ്പോൾ
നവവി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വിഷയത്തിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ബസീത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തന്നെയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആ കിതാബ് ഞാൻ 40 പ്രാവശ്യം മുത്താല ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ നവവി ഇമാമിന്റെ ആയുസ് 50 വയസ്സിൽ താഴെയാണ്. അതാണ് ബർക്കത്ത് പറഞ്ഞത്. കുറേ കാലം ജീവിച്ചു, എന്നിട്ടൊന്നുമില്ല, മരിച്ചു. അങ്ങനെ ഉണ്ടാവും. കുറച്ചു കാലം ജീവിച്ചു, എന്നിട്ടോ ഇനി എന്താ ഓൻ ചെയ്യാൻ ബാക്കിയുള്ളത്, അങ്ങനെ ഉണ്ടാവും. അതാണ് ആയുസ്സിലെ ബറക്കത്ത്. ആയുസ്സിലെ ബറക്കത്ത് കുടുംബബന്ധം ചേർക്കുന്നവർക്കുണ്ടായിരിക്കുമെന്നാണ്. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫല്യസിൽ റഹിമഹു. കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇൽമിലെ ബറക്കത്ത് 3 കാര്യം ചെയ്യുന്നവർക്കാണ്. ഇൽമിൽ ബറക്കത്ത് 3 കാര്യം ചെയ്യുന്നവർക്കാണ്. ഒന്ന്, ഗുരുവിനെ ആദരിക്കുന്നവർക്ക് മാത്രമേ ഇൽമിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ. ഗുരുനാഥന്മാരെ ബഹുമാനിക്കാത്തവർക്ക് ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടും. പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ കിട്ടും, പക്ഷേ ഇൽമിൻ്റെ ഉപകാരം നഷ്ടപ്പെടും ഗുരുവിനെ ആദരിച്ചില്ലെങ്കിൽ. അപ്പോൾ ഒന്ന്, ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ ഗുരുനാഥന്മാരെ ആദരിക്കണം. രണ്ടാമത്തേത്, ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഉള്ള ഇൽമ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. മൂന്നാമത്തേത്, ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം. അപ്പോഴാണ് ബറക്കത്തുണ്ടാകുക. ഇൽമിൽ അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. ഇൽമുകൊണ്ട് അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. ഒന്ന്, സ്ഥിരമായി അമൽ ചെയ്യുക. ഉദാഹരണം, നിസ്കാരം സ്ഥിരമായിട്ട് അമൽ ചെയ്യണം. 2, ഇടക്കൊക്കെ അമൽ ചെയ്യുക. അതൊരമലാണ്. ഇടക്കൊക്കെ അമൽ ചെയ്യുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു തിങ്കളാഴ്ച നോൽമ്പ് വെൽക്കുക, എപ്പോഴെങ്കിലൊക്കെ ഒരു വ്യാഴാഴ്ച നോൽമ്പ് വെൽക്കുക. തസ്ബീഹ് നിസ്കാരം പറഞ്ഞല്ലോ, എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിക്കണം. കഴിയാത്തവർ ആഴ്ചയിൽ ഒരിക്കൽ നിസ്കരിക്കണം. അതിനും കഴിയാത്തവർ മാസത്തിലൊരിക്കൽ നിസ്കരിക്കണം. അതിനും കഴിയാത്തവർ കൊല്ലത്തിലൊരിക്കൽ നിസ്കരിക്കണം. അതാണ് നമ്മൾ 25 പള്ളിയിൽ സംഘടിപ്പിക്കൽ. അതിനും കഴിയാത്തവരോ ആയുസ്സിലൊരിക്കൽ നിസ്കരിക്കണം. അങ്ങനെ അമല് 3 തരത്തിലുണ്ട്. 1, സ്ഥിരമായി ചെയ്യാം. 2, ഇടക്കിടക്ക് ചെയ്യാം. 3, ആയുസ്സിലൊരിക്കൽ ചെയ്യാം. അവനാൻ്റെ ഒരു 70,000 ദിക്റ് മരിക്കണതിൻ്റെ മുന്നേ അവനാൻ തന്നെ ചെല്ലണം. പള്ളിക്കന്ന് കിട്ടിയെങ്കിൽ ആയി. പള്ളിക്കന്ന് വെള്ളിയാഴ്ച മരിച്ചിട്ട് കിട്ടിയാ കിട്ടി, പോയാ പോയി. ഇപ്പൊ കിട്ടുന്നുണ്ട്, എന്നും കിട്ടിക്കോളൊന്നൊന്നുമില്ല. അടുത്ത കമ്മിറ്റി എങ്ങനെ, പിന്നത്തെ കമ്മിറ്റി എങ്ങനെ, നാട്ടുകാരെങ്ങനെ, എന്താ അഭിപ്രായം വരിക എന്നൊന്നും പറയാൻ കഴിയൂല. ഇപ്പൊ കിട്ടുന്നുണ്ട് എന്ന് പറയാം. അവനാൻ്റെ 70,000 അവനാൻ തന്നെ ചെല്ലുക. ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ഒരു ഖത്തം തീർക്കുക. ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ഒരു ഖത്തം തീർക്കുക. ഫാത്തിഹ തുടങ്ങി ഖുൽ റബ്ബിൻ നാസിൽ അവസാനിപ്പിച്ചിട്ട് പിന്നെ ഫാത്തിഹയും അൽ ബഖറയും 5 ആയത്ത് ഓതുന്ന തരത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഖത്തം തീർക്കുക. നമ്മൾ ഖത്തം തുടങ്ങലുള്ളൂ, തീർക്കലില്ല. അതാ ഞാൻ അങ്ങനെ പറയാൻ കാരണം. റമദാൻ മാസത്തിൽ നമ്മൾ ഖത്തം തുടങ്ങും. റമദാൻ 1-ന്റെ അന്ന് ദുഹർക്ക് നേരത്തെ തന്നെ വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് മരത്തിൻ്റെ പലക ഇങ്ങനെ വെച്ചിട്ട് അതിമൊരു മുസാഫൊക്കെ എടുത്ത് വെച്ചിട്ട് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഒരു 2 പേജ് ആവുമ്പോഴേക്കും ഫോണിൽ അത്യാവശ്യം അല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അന്നണ്ട് പോയാൽ പിന്നെ 25 അതിനോട് വരും. തീരുവില്ല, തുടങ്ങലേ ഉള്ളൂ. ഒരു ആയുസ്സിന് ഒരു ഖത്തെങ്കിലും നമ്മൾ തലക്കന്ന് തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് വരെ ഒന്ന് ഓതി തീർക്കണ്ടേ? ഒന്നെങ്കിലും ഈ റമദാനിക്കെങ്കിലും. റമദാൻ വരുന്നുണ്ട്, റമദാൻ ശരീഫ് ഒരുങ്ങിക്കോളി. അങ്ങനെ എല്ലാം ഒരു കുറച്ച് ഫാത്തിഹെങ്കിലും നമ്മളതായിട്ട് നമ്മൾ ഓതുക. ആയുസ്സിലൊരിക്കലെങ്കിലും ഒരു തിങ്കളാഴ്ച നോലുമ്പ് വെൽക്കുക. ആയുസ്സിലൊരിക്കലെങ്കിലും ഒരു വെള്ളിയാഴ്ച നോലുമ്പ് വെൽക്കുക.
ആയുസ്സിലൊരിക്കലെങ്കിലും ഒരു ബറാത്തിന്റെ നോൽമ്പ് വെൽക്കുക, ആയുസ്സിലൊരിക്കലെങ്കിലും ഷവ്വാലിൽ ഒരു 6 നോൽമ്പ് വെൽക്കുക. ബറാത്തൊക്കെ പിന്നെയും നോൽക്കും ചിലപ്പോൾ, 6 നോൽമ്പിന്റെ കാര്യത്തിലൊക്കെ വലിയ പ്രയാസക്കാരൻ. ആയുസ്സിലൊരിക്കലെങ്കിലും ഒരു 6 നോൽമ്പ്, അങ്ങനെ ഞാൻ പറയണേ. അങ്ങനെ ഇതൊരു അമൽ ചെയ്യലാണ്. ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഒന്ന് ഗുരുവിനെ ആദരിക്കണം, രണ്ടാമത്തേത് ഉള്ള ഇൽമ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം, മൂന്നാമത്തേത് ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം. അപ്പോഴാണ് ഇൽമിൽ ബറക്കത്തുണ്ടാവുക. ബറക്കത്തുള്ള മനുഷ്യന്മാരെ നമ്മളെപ്പോഴും പരിഗണിക്കണം. ലോകത്ത് ബറക്കത്തുള്ള ഒരുപാട് മനുഷ്യന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്.